Hello my dear students, welcome back to Bosco Campus Vision YouTube channel of Kottayam Don Bosco College. I am Grishma TJ, faculty member of PG Department of Commerce. Today I am here with the paper Managerial Economics, which is a co-paper for semester 1 BCom Tax Procedure and Practices students under Kerala University. This is the 21st lecture of the series. In this lecture, we are discussing about types of demand. Let us discuss. Types of demand are: first one, demand for consumer goods and producers goods, autonomous demand and derived demand, individual demand, market demand, company demand and industry demand, short run and long run demand, demand for durable goods and perishable goods, joint demand and composite demand. Look at the demand for consumers goods. Consumer goods are those goods that are purchased for final consumption. Consumers തങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടി മേടിക്കുന്ന സാധനങ്ങളെയാണ് കൺസ്യൂമേഴ്സ് ഗുഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഫുഡ് പ്രോഡക്ട്സ്, സോപ്സ്, പേസ്റ്റ് എക്സെട്ര. ഈ സാധനങ്ങളെല്ലാം കൺസ്യൂമർ അവരുടെ ഉപയോഗത്തിന് വേണ്ടി മേടിക്കുന്നതാണ്. പർച്ചേസ്ഡ് ഫോർ ഫൈനൽ കൺസംഷൻ. അങ്ങനെയുള്ള ഗുഡ്സ് ആണ് ഫുഡ് പ്രോഡക്ട്സ്, സോപ്പ്, പേസ്റ്റ് എക്സെട്ര. നെക്സ്റ്റ് വൺ, ഡിമാൻഡ് ഫോർ പ്രൊഡ്യൂസേഴ്സ് ഗുഡ്സ്. Producers goods are those goods that are used for further production. These are also known as capital goods. Working capital goods ആയിട്ടുള്ള raw materials, ഫിക്സഡ് ക്യാപിറ്റൽ ഗുഡ്സ് ആയിട്ടുള്ള പ്ലാന്റ്, മെഷീനറി, ഇതെല്ലാം പ്രൊഡ്യൂസേഴ്സ് ഗുഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഫൈനൽ കൺസംഷൻ അല്ലാതെ പ്രൊഡ്യൂസേഴ്സ് അവരുടെ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഗുഡ്സിനെയാണ് പ്രൊഡ്യൂസേഴ്സ് ഗുഡ്സ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള പ്രൊഡ്യൂസേഴ്സ് ഗുഡ്സ് ഉണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ ഗുഡ്സും ഉണ്ട്, ഫിക്സഡ് ക്യാപിറ്റൽ ഗുഡ്സും ഉണ്ട്. റോ മെറ്റീരിയൽസ് എല്ലാം വർക്കിംഗ് ക്യാപിറ്റൽ ഗുഡ്സും, പ്ലാന്റ്, മെഷീനറി അതെല്ലാം ഫിക്സഡ് ക്യാപിറ്റൽ ഗുഡ്സുകളും എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് വൺ, ഓട്ടോണമസ് ഡിമാൻഡ്. ഓട്ടോണമസ് ഡിമാൻഡ് ആർ ഇൻഡിപെൻഡൻറ്റ് ഡിമാൻഡ്. ദീസ് ഡിമാൻഡ്സ് ആർ ഇൻ no way linked with the demand for other commodities. ഓട്ടോണമസ് ഡിമാൻഡ് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഡിമാൻഡാണ്. അതിന് വേറൊരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിമാൻഡുള്ള ഒരു കമ്മോഡിറ്റിയാണ് ഓട്ടോണമസ് ഡിമാൻഡുള്ള കമ്മോഡിറ്റി എന്ന് നമ്മൾ പറയുന്നത്. എക്സാമ്പിൾ ഫുഡ് ഐറ്റംസ്, ക്ലോത്ത്സ് എക്സെട്ര. ഇപ്പം ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കുന്നതിന് വേറൊരു കമ്മോഡിറ്റിയുടെയും ഡിമാൻഡിനെ ആശ്രയിച്ചല്ല ആ ഒരു കമ്മോഡിറ്റിക്ക് ഡിമാൻഡ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ ക്ലോത്ത്സ് മേടിക്കുന്നതുമൊക്കെ മറ്റൊരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടല്ല ഉണ്ടാകുന്നത്. അതിനൊക്കെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഡിമാൻഡുണ്ട്. അതിനെയാണ് ഓട്ടോണമസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡിറൈവ്ഡ് ഡിമാൻഡ്. വെൻ കമ്മോഡിറ്റി ഈസ് ഡിമാൻഡഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഡിമാൻഡ് ഫോർ അനദർ കമ്മോഡിറ്റി, ഇറ്റ് ഈസ് കോൾഡ് ഡിറൈവ്ഡ് ഡിമാൻഡ്. മറ്റൊരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡിനെ ആശ്രയിച്ചാണ് നമ്മുടെ കമ്മോഡിറ്റിക്ക് ഡിമാൻഡ് ഉണ്ടാവുന്നത് എങ്കിൽ അതിനെയാണ് ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. മറ്റൊരു കമ്മോഡിറ്റിയിൽ നിന്നും ഡിറൈവ് ചെയ്ത് വരുന്ന ഡിമാൻഡ് ആയതുകൊണ്ടാണ് അതിനെ ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഡിറൈവ്ഡ് ഡിമാൻഡിൻ്റെ എക്സാമ്പിൾസ് ആണ് ക്യാപിറ്റൽ ഗുഡ്സും കോംപ്ലിമെൻ്ററി ഗുഡ്സും ഒക്കെ. എക്സാമ്പിൾ, കാറിന് ഡിമാൻഡ് ഉണ്ട് എങ്കിൽ മാത്രമേ പെട്രോളിന് ഡിമാൻഡ് ഉണ്ടാവുകയുള്ളൂ. പെട്രോളിൻ്റെ ഡിമാൻഡ് ഡിറൈവ്ഡ് ഡിമാൻഡാണ്. Next one, individual demand. The quantity of a commodity demanded by an individual at a particular price during a given period is known as individual demand. ഒരു നിശ്ചിത പീരീഡിൽ ഒരു കമ്മോഡിറ്റിക്ക് ഉണ്ടാവുന്ന ഡിമാൻഡ്, ഒരു ഇൻഡിവിജ്വൽ എത്രത്തോളം ആണ് ആ ഒരു കമ്മോഡിറ്റിയെ ഡിമാൻഡ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ക്വാണ്ടിറ്റി ഓഫ് ആപ്പിൾ ഡിമാൻഡഡ് ബൈ മിസ്റ്റർ എക്സ് for the last month when the price was 60 rupees per kg. ഒരു പർട്ടിക്കുലർ പീരീഡിൽ മിസ്റ്റർ എക്സ് എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് ആപ്പിളിനെ ഡിമാൻഡ് ചെയ്തു അറ്റ് എ പർട്ടിക്കുലർ പ്രൈസ്, ഇതാണെന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, മാർക്കറ്റ് ഡിമാൻഡ്. മാർക്കറ്റ് ഡിമാൻഡ് ഈസ് ദ എസ്റ്റിമേറ്റ്സ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ദ കമ്മോഡിറ്റി per time period at various alternative price by all the individual households in the market. എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും
ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രൈസിൽ എത്രത്തോളം കമ്മോഡിറ്റി ഡിമാൻഡ് ചെയ്തു എന്നുള്ളതാണ് മാർക്കറ്റ് ഡിമാൻഡ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഫോർ ആപ്പിൾ ഫോർ ദ മന്ത് ഓഫ് ഡിസംബർ അറ്റ് വേരിയസ് പ്രൈസ് ബൈ ഓൾ ദ ഇൻഡിവിജ്വൽസ്. ഡിസംബർ മാസത്തിൽ ആപ്പിൾ എന്ന് പറയുന്ന കമ്മോഡിറ്റി ഏതൊക്കെ പ്രൈസിൽ വിറ്റിട്ടുണ്ടോ ആ ഓരോ പ്രൈസിലും എത്രത്തോളം ഇൻഡിവിജ്വൽസ് അതിനെ ഡിമാൻഡ് ചെയ്തു, അതാണ് മാർക്കറ്റ് ഡിമാൻഡ്. നെക്സ്റ്റ് വൺ, കമ്പനി ഡിമാൻഡ്. ദ ടേം കമ്പനി ഡിമാൻഡ് ഡിനോട്ട്സ് the demand for a particular product of a particular firm. For example, the demand for motorbikes of Bajaj Limited in the market. ഒരു പർട്ടിക്കുലർ ഫേമിൻ്റെ പർട്ടിക്കുലർ പ്രോഡക്റ്റിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് എന്നുള്ളതാണ് കമ്പനി ഡിമാൻഡിൽ പറയുന്നത്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് ബജാജ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി എത്രത്തോളം മോട്ടോ ബൈക്സിന് ഡിമാൻഡ് മാർക്കറ്റിലുണ്ട്, അതാണ് കമ്പനി ഡിമാൻഡ്. ബജാജ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് വരുന്ന ഡിമാൻഡ് മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യത്തുള്ളൂ. നെക്സ്റ്റ് വൺ, ഇൻഡസ്ട്രി ഡിമാൻഡ്. വെൻ വി ആഡ് ഡിമാൻഡ് ഫോർ എ പർട്ടിക്കുലർ ഫേസ്ഡ് ബൈ ഓൾ ദ കമ്പനീസ് പ്രൊഡ്യൂസിംഗ് ദാറ്റ് പ്രോഡക്റ്റ്, വി ഗെറ്റ് വാട്ട് ഈസ് കോൾഡ് ആൻ ഇൻഡസ്ട്രി ഡിമാൻഡ്. ഇൻഡസ്ട്രി ഡിമാൻഡ് റെഫേഴ്സ് ടു ദ ടോട്ടൽ ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റ് ഓഫ് എ പർട്ടിക്കുലർ ഇൻഡസ്ട്രി. എക്സാമ്പിൾ, ഡിമാൻഡ് ഫോർ ബൈക്ക് ഇൻ വെഹിക്കിൾ ഇൻഡസ്ട്രി. സെയിം നേച്ചറിലുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ കമ്പനീസിൻ്റെയും ഡിമാൻഡിനെ ആഡ് ചെയ്യുന്നതാണ് ഇൻഡസ്ട്രി ഡിമാൻഡ് പറയുന്നത്. എക്സാമ്പിൾ, ഇപ്പോൾ ബൈക്കുകളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ കമ്പനികളെയും അവരുടെ എല്ലാ ഡിമാൻഡിനെയും ആഡ് ചെയ്യുന്നതാണ് ഇൻഡസ്ട്രി ഡിമാൻഡ്. എക്സാമ്പിൾ പറയുന്നത് വെഹിക്കിൾ ഇൻഡസ്ട്രിയിലെ ബൈക്കിൻ്റെ ഡിമാൻഡ്. Next one, short run demand. Short run demand refers to existing demand with its immediate reaction to price changes, income fluctuation, etc. പ്രൈസ് ചേഞ്ചസ് മൂലവും ഇൻകത്തിലുണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസ് മൂലവും എക്സിസ്റ്റിംഗ് ഡിമാൻഡിലുണ്ടാവുന്ന വേരിയേഷൻസിനെയാണ് ഷോർട്ട് റൺ ഡിമാൻഡ് പറയുന്നത്. പെട്ടെന്ന് പ്രൈസിലുണ്ടാവുന്ന വേരിയേഷൻ, ഇൻകത്തിലുണ്ടാവുന്ന വേരിയേഷൻ, അതൊക്കെ ഇമ്മീഡിയറ്റ് റിയാക്ഷൻസ് ക്രിയേറ്റ് ചെയ്യും. അത് ചില കൺസ്യൂമേഴ്സ് കൂടുതൽ ഡിമാൻഡ് ചെയ്യും, ചിലർ കുറച്ച് ഡിമാൻഡ് ചെയ്യും, ചിലർ ഡിമാൻഡ് ചെയ്യാതെ ഇരിക്കും. അങ്ങനെ എക്സിസ്റ്റിംഗ് ഡിമാൻഡിന് അത് എന്ത് എഫക്റ്റാണ് കൊണ്ടുവരുന്നതാണ് ഷോർട്ട് റൺ ഡിമാൻഡ് ഷോ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ലോങ് റൺ ഡിമാൻഡ്. ലോങ് റൺ ഡിമാൻഡ് ഈസ് സച്ച് ടൈപ്പ് ഓഫ് ഡിമാൻഡ് which will ultimately exist as a result of the changes in pricing, promotion or product improvement after enough time is allowed to let the market adjust itself to the new situation. ലോങ് റൺ ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിമാൻഡാണ്. ഇത് നിലനിൽക്കുന്നത് പ്രൈസിലുണ്ടാവുന്ന ചേഞ്ചസ് മൂലവും പ്രൊമോഷൻ, പ്രോഡക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് അതിനൊക്കെ അനുസരിച്ചാണ്. ബിസിനസ്സിലുണ്ടാവുന്ന പുതിയ സിറ്റുവേഷനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നമ്മൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ടൈമിലുണ്ടാവുന്ന ഡിമാൻഡിനെയാണ് ലോങ് റൺ ഡിമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡിമാൻഡ് ഫോർ ഡ്യൂറബിൾ ഗുഡ്സ്. ഡ്യൂറബിൾ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് ദാറ്റ് ആർ ഹാവിങ് എ ലോങ്ങർ ലൈഫ് സ്പാൻ ഓർ ദാറ്റ് ആർ പർച്ചേസ്ഡ് ഫോർ ലോങ്ങർ യൂസ്. എക്സാമ്പിൾ, ടെലിവിഷൻ, മെഷീനറി, എക്യുപ്മെൻറ്റ്സ്, എക്സെട്ര. ഡ്യൂറബിൾ ഗുഡ്സിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ലോങ് ആയിരിക്കും. അത് പർച്ചേസ് ചെയ്യുന്നത് ഒരു സിംഗിൾ യൂസിന് വേണ്ടി മാത്രമല്ല, ഒരു ലോങ്ങർ യൂസിന് വേണ്ടി നമ്മൾ മേടിക്കുന്ന സാധനങ്ങളെയാണ് ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ടെലിവിഷൻ, മെഷീനറി, എക്യുപ്മെൻറ്റ്സ്, എക്സെട്ര. ഇതൊക്കെ നമ്മളൊരു സിംഗിൾ യൂസിന് വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത്, ഡ്യൂറബിൾ ലൈഫാണ് ഇതിന് ഉള്ളത്. നെക്സ്റ്റ് വൺ, ഡിമാൻഡ് ഫോർ പെരിഷബിൾ ഗുഡ്സ്. Perishable goods are those goods which disappear on consumption. These are also termed as single-use goods. Example, food products, cosmetic items, soap, etc. ഉപയോഗിക്കുമ്പോൾ തീർന്നു പോകുന്ന തരത്തിലുള്ള ഗുഡ്സിനെയാണ് പെരിഷബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. അതിനൊരു സിംഗിൾ യൂസ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. എക്സാമ്പിളാണ് ഫുഡ് പ്രോഡക്ട്സ്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ഇല്ലാതാവുന്നു. കോസ്മെറ്റിക് ഐറ്റംസും സോപ്പും ഒക്കെ അതുപോലെയാണ്. ഒരു സിംഗിൾ യൂസ് കഴിഞ്ഞാൽ
ആ ഉപയോഗിച്ച കാര്യം നമുക്ക് പിന്നീട് ലഭിക്കുകയില്ല. നെക്സ്റ്റ് വൺ, ജോയിൻറ്റ് ഡിമാൻഡ്. വെൻ 2 or more goods are demanded to satisfy the same one, it is called joint demand. Example, demand for car and petrol. ഒരു വാണ്ടിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി 2 അതിൽ കൂടുതലോ ഗുഡ്സിനുണ്ടാവുന്ന ഡിമാൻഡിനെയാണ് ജോയിൻറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ആവശ്യമാണ് കാറിൽ യാത്ര പോവുക. അപ്പോൾ യാത്ര പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കാറിൻ്റെയും ഡിമാൻഡ് നോക്കണം, പെട്രോളിൻ്റെയും ഡിമാൻഡ് അവിടെ ഉണ്ടാകുന്നുണ്ട്. രണ്ടിനെയും കൂടി ചേർത്താണ് ജോയിൻറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, കോമ്പോസിറ്റ് ഡിമാൻഡ്. When a particular product is demanded to be put to multiple users, it is called composite demand. Demand for milk, as it is used to make tea, ice cream, butter, as the examples of composite demand. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ട്, അതിനെ മൾട്ടിപ്പിൾ യൂസസിന് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് എങ്കിൽ അതിനെ കോമ്പോസിറ്റ് ഡിമാൻഡ് എന്ന് പറയാം. ഇവിടെ എക്സാമ്പിളിൽ പറയുന്നത് മിൽക്കിൻ്റെ ഡിമാൻഡ്. മിൽക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ചായയ്ക്ക് വേണ്ടി, ഐസ്ക്രീമിന്, ബട്ടർ മേക്ക് ചെയ്യാൻ, ഇതിനൊക്കെയാണ് നമ്മൾ മിൽക്ക് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിനെല്ലാം കൂടി ചേർത്ത് മിൽക്കിൻ്റെ ഡിമാൻഡിനെ കോമ്പോസിറ്റ് ഡിമാൻഡ് എന്ന് പറയാം. ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ഡിമാൻഡ്. Okay, my dear students, this is all for today's session. Do homework and send me back through WhatsApp. Thank you for listening.